പുതിയ വീഡിയോയിലോട്ട് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. ഇവർ പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു കേട്ടോ. ഹലോ ഗേയ്സ്, ഹലോ മുത്തുമണീസ്, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? അപ്പം അങ്ങനെ നമ്മുടെ നോമ്പ് 16 ബദ്രീകളുടെ ആണ്ടാണ് അല്ലേ. ഇവിടെയൊക്കെ പാലക്കാടൊക്കെ നല്ല ഗംഭീരം. അപ്പോൾ ഇവിടെ പാലക്കാടൊക്കെ പത്തിരിയൊക്കെ ഉണ്ടാക്കി പള്ളിയിലൊക്കെ ഞങ്ങൾ കൊടുക്കും. പക്ഷെ ഇപ്പോൾ ഇവിടെ അവിടുത്തെ പള്ളിയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന ശേഷം പോയിട്ടില്ല കേട്ടോ പ്രാവശ്യം. അപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ ദുആ ചെയ്യണം ഓതിയിട്ടൊക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യൽ നോമ്പ് തുറക്കാൻ ചായയും കടി പള്ളിക്കഞ്ഞി പിന്നെ ഒരു ക്യാരറ്റ് ജ്യൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ക്യാരറ്റ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ആദ്യം കുഞ്ഞു കുഞ്ഞായി മുറിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് ഒന്ന് ചെറിയൊരു എനിക്കറിയില്ല അതുപോലെ അടിക്കാൻ കേട്ടോ വേവിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ സാമ്പാറുണ്ട്, കുറച്ച് സാമ്പാർ വെച്ചിട്ടുണ്ട്. പിന്നെ അത്താഴത്തിനുള്ളത് ഇപ്പം തന്നെ വെച്ചു കൊടുക്കാം, കുറച്ച് കറി. അപ്പോൾ നമ്മളാട്ടോ ക്യാരറ്റ് ജ്യൂസ് അടിക്കുന്നത്. അത് ഓഫാക്കിയടി. അപ്പോൾ അത്താഴത്തിനുള്ള കറിയാണ് കേട്ടോ. അത് ചോറ് മാത്രം വെക്കണം അത്താഴത്തിന്. നോമ്പ് തുറന്നാൽ പിന്നെ വെള്ളവും ജ്യൂസും കടിയും ചായയും കുടിച്ചാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ നാശ ഉണ്ടാക്കുന്നതൊക്കെ നിർത്തി കേട്ടോ. പത്തിരി അന്ന് ഉണ്ടാക്കിയതാണ്. പിന്നെ ക്ഷീണം കാരണം ഒന്നും ഉണ്ടാക്കാൻ വയ്യ. അപ്പോൾ നമ്മളിന്ന് കൊളക്കട്ട ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. കൊളക്കട്ട മധുരമല്ലേ, അപ്പോൾ തേങ്ങ ഇല്ലടി. തേങ്ങ ഉള്ളത് ഞാൻ ചാറ്റിലൊക്കെ ഒഴിച്ചു, 2 ചാറ്റിൽ ഒഴിച്ചു. അപ്പോൾ റിൻഷി എക്സാമൊക്കെ പേടിച്ച് തൂറിയിട്ടിരിക്കട്ടോ. അപ്പോൾ എല്ലാവരും റിൻഷിക്ക് എക്സാം വിജയിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരുടെ പ്രാർത്ഥനയിലും ഞങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ ഉൾപ്പെടുത്തുക, നിങ്ങളെ ഞങ്ങൾ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ക്ഷീണമൊന്നുമില്ല കേട്ടോ. എന്നാലും ചെറിയൊരു ഈ വെള്ളം കുടിക്കാത്തത് കൊണ്ടുള്ളൊരു കുഴച്ചിൽ മാത്രമുണ്ട്. പിന്നെ അതുമല്ല ഭയങ്കര ജലദോഷമുണ്ട്. ജലദോഷം വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഞാൻ പറയട്ടെ, റിയാസ്ക നോമ്പെടുത്ത് ക്ഷീണിച്ചിട്ട് വലഞ്ഞിട്ട് വന്നിരിക്കട്ടോ ഗൈസ്. പാവം വണ്ടിയൊക്കെ ഓട്ടി നോമ്പും വെച്ച് വണ്ടി ഓട്ടി ക്ഷീണിച്ചിട്ട് ജലദോഷമാണ്, ചുമയാണ്, മുടിയൊക്കെ കൊഴിഞ്ഞ് കഷണ്ടി ആയിട്ടുണ്ട് കേട്ടോ. ടെൻഷൻ കാരണം നോക്കുക മണ്ടയൊക്കെ കാണാൻ തുടങ്ങി. മുടി കൊഴിച്ചൽ ഇവിടെ നിങ്ങളുടെ ഉപ്പാൻ്റെ മുടി പോലെ ഇപ്പാക്ക് ഇങ്ങനെ ഇവിടെ ശ്രദ്ധയുണ്ട്. ഇവിടെ വെറും മണ്ടയാണ് നിങ്ങൾക്ക്, മുടിയേ ഇല്ല മണ്ടയിൽ. മുടി വെട്ടില്ല, പെരുന്നാളായിട്ട് മുടി വെട്ടില്ല നിങ്ങൾ. ഇതാ നോക്ക്, നമ്മുടെ അടുക്ക് വിരുന്നുകാർ വരുന്നുണ്ട് കേട്ടോ. അതാണ് ഈ ഇറുമ്പ് ഇങ്ങനെ വരുന്നത് കേട്ടോ. ഈ ഇറുമ്പ് വരുന്നത് വിരുന്നുകാർ വരും പറഞ്ഞത് അല്ലേ, നല്ലതാണ് പറയും. അങ്ങനല്ലേ പറയാ. ക്ഷീണമുണ്ടോ നമുക്ക് നോമ്പ്? ക്ഷീണമുണ്ടോ? ക്ഷീണമുണ്ടോ? ക്ഷീണമുള്ളതുകൊണ്ട് തലതാത്തിരിക്കുന്നത്. പൊന്തിക്ക്. നോമ്പ് തുറക്കാൻ ജ്യൂസ് അടിക്കാനുള്ള ഐസും പാലും ഇത് വാങ്ങാൻ പോകട്ടോ. കടയിലേക്ക് പോകണം. പോകും ഒന്ന് നടന്നു കൂടി ആയില്ലേ വന്നിട്ട് അങ്ങനെ പോകട്ടോ. ജലദോഷം പിടിച്ചിട്ട്. അപ്പോൾ ഞാനും പ്രജിക്കുട്ടി ഹായ് പറ. വീട് ഇത്രയായിട്ടോ. വീട് നമ്മുടെ വീട്ടിൽ നിന്നൊരു വളവ് തിരിഞ്ഞു. ഇനി ഇവിടുന്ന് ഒരു 2 വളവ് തിരിഞ്ഞാൽ കട എത്തിയിട്ടോ. ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. നല്ല അതിമനോഹരമായ സുന്ദരമായ ഹൗസുകളാണ് കണ്ടോ. ആരും കൊതിച്ചു പോകുന്ന വീടുകളാണ് കേട്ടോ. നമുക്കൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത. നോക്കടി മാങ്ങ, നോക്കട്ടെ എത്ര മാങ്ങ നോക്ക് കേട്ടോ. ഞാൻ ഒരു മാങ്ങ അവിടെ മതിലിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീടിപ്പം പൂക്കളൊക്കെ ഉള്ളത്. ഈ പൂ കാണാൻ നല്ല രസമാട്ടോ. അല്ല ഗീസ് നിറയെ പൂക്കളുണ്ട് ഗെയ്സ്. നല്ല അടിപൊളി ഫ്ലേവറാണ് ഗെയ്സ്. സൂപ്പർ ഈ പൂ കാണാൻ നല്ല ഭംഗിയാട്ടോ. നല്ല രസമുള്ള പൂവാണ്. അങ്ങനെ നടന്ന് കട എത്തിയിട്ടോ. കട എത്തിയിട്ടുണ്ട്. വീടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇവിടെ കട എത്തിയിട്ടോ ഗെയ്സ്. രസമല്ലേ കാണാൻ. മേടിച്ചിട്ടുണ്ട് ജ്യൂസ് അടിക്കാട്ടോ. പിന്നെ പാല്
പിന്നെ നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. കുറച്ചിട്ട് കേട്ടോ, നല്ല അടിയണ്ടേ, അപ്പോൾ കുറച്ചിട്ടാൽ മതി കേട്ടോ. പകുതിയൊക്കെ തൊള്ളയിലേക്കാണല്ലോ പോകുന്നത്. ജ്യൂസ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വഴി ചായ ചൂടാറിനായിട്ട് മൂടി വെച്ചിട്ട് കേട്ടോ. ഇതാട്ടോ അടിപൊളിയായിട്ട് ഇവിടെ ഒരുത്തി വാരി ക്യാരറ്റ് ജ്യൂസ് തണുപ്പുണ്ടോ? ആവശ്യമുള്ള തണുപ്പുണ്ട്. കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. ജെല്ലൊക്കെ തുറന്നിട്ട് നല്ല കാറ്റ് കിട്ടും. ഇവിടെ ഒരു തുണി വെക്കുക, നമ്മൾ നല്ല കാറ്റ് കിട്ടും കേട്ടോ. ജെല്ലിൽ കൂടെ അപ്പുറത്തെ വീടൊക്കെ കാണാൻ പറ്റും. എല്ലാവരും കുട്ടിപ്പട്ടാളങ്ങൾക്ക് തീർന്നു. ഞങ്ങൾ നോമ്പ് തുറക്കാൻ പോകും കേട്ടോ. അല്ലേ കേട്ടാ, അത് നോമ്പ് തുറക്കല്ലേ, നോമ്പ് തുറക്കല്ലേ. നമ്മുടെ അടിപൊളി ജ്യൂസ്, ക്യാരറ്റ് ജ്യൂസ് ആട്ടോ. ബൈ ബൈ. കൈ പിടിക്കേ. നമ്മൾ നോമ്പൊക്കെ തുറന്നു, സ്റ്റെപ്പ് കയറിയപ്പോൾ അങ്ങനെ വേർത്തു കേട്ടോ. അപ്പോൾ റിൻഷിമോൾ ഇതവിടെ കസാലയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ മുകളിലാട്ടോ. അപ്പോൾ റിയാസ്കതാ ഇവിടെ കടന്നു. നല്ല സുഖമുള്ള കാറ്റിട്ടാ. രാത്രി കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് ചന്ദ്രനില്ലാത്തത് കൊണ്ട് വെളിച്ചമില്ല കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഭാഗത്തേക്ക് നല്ല വെളിച്ചമായിരിക്കും. കണ്ടോ, ഒരു എൻ്റെ ഫോണിലത്തെ ലൈറ്റിൻ്റെ വെളിച്ചം കൊണ്ട് എൻ്റെ മുഖം കാണുന്നില്ലേ, കാണൂല. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഫ്ലാറ്റൊക്കെ ഇനി ത്രാവി തുടങ്ങുമ്പോൾ നല്ല സൗണ്ട് ആയിരിക്കും കേട്ടോ. ഇവിടെ അടിപൊളി സൗണ്ട് ആയിരിക്കും. എന്താ പറയാനുള്ളത് റജിക്കുട്ടിക്ക്? അപ്പോൾ നമ്മുടെ നോമ്പ് ഒരു പാട്ട് പാടിക്കൊടുത്താ. ഒരു പാട്ട് പാടുകയാണ്. പാട്. ഇങ്ങോട്ട് നോക്കി പാട്. എന്നിട്ട് അപ്പം അറിയില്ല, നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടുന്ന്. റജിക്കുട്ടിക്ക് പാട്ടൊന്നും പാടാൻ അറിയില്ല. റിൻഷി അവിടെ ഇന്ന് എന്തൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഇന്ന് വെളിച്ചം കുറവില്ലടി റിൻഷി. എന്ത് പാട്ടാടി? ഇതാണ്